നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. 11 മഞ്ഞക്കാർഡുകളും 7 ചുവപ്പ് കാർഡുകളും. മുംബൈ ഫുട്ബോൾ അറീനയിൽ കളി കണ്ടവർക്ക് പോലും ചുവപ്പ് കാർഡ് ലഭിച്ചേക്കുമോ എന്ന് ഒരു നിമിഷം ഭയന്നുപോയ മത്സരം. ചൂടേറിയ മത്സരത്തിനൊപ്പം റഫറി രാഹുൽ ഗുപ്തയ്ക്കും കലിയിളകിയപ്പോൾ പിറന്നത് നിരവധിയായ കാർഡുകൾ. മുംബൈ സിറ്റി FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരത്തിൻ്റെ 13-ാം മിനിറ്റിൽ തന്നെ ആദ്യ ചുവപ്പ് കാർഡ് പിറന്ന മത്സരത്തിൽ കളിയിൽ പിറന്നത് 4 ചുവപ്പ് കാർഡുകളെങ്കിൽ ഫൈനൽ വിസിലിന് ശേഷം പിറന്നത് 3 ചുവപ്പ് കാർഡുകൾ. കാർഡുകളുടെ ബഹളത്തിൽ മുങ്ങിയ മത്സരത്തിൽ പതിവ് പോലെ തന്നെ റഫറിയിങ് പിഴവുകളും നിരവധി കാണാനായി. റഫറിയിങ്ങിനെതിരെ ആഞ്ഞടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് നേരത്തെ തന്നെ കുടുങ്ങിയതോടെ പലരും വായടച്ചെങ്കിലും ഇന്നലെ ശ്രദ്ധേയമായത് മുംബൈ സിറ്റി FCയുടെ സൂപ്പർ താരം ഗ്രെയ്ഗ് സ്റ്റുവാർട്ടിൻ്റെ പ്രതികരണം തന്നെയായിരുന്നു. മത്സരത്തിൻ്റെ 88-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ ഡൈവ് ചെയ്ത് റഫറിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റമാരോപിച്ച് 2-ാം മഞ്ഞക്കാർഡിലൂടെ ചുവപ്പ് കാർഡ് കാണിച്ച് ഗ്രെയ്ഗ് സ്റ്റുവാർട്ടിനെ രാഹുൽ ഗുപ്ത പുറത്താക്കിയപ്പോൾ റഫറി ഗുപ്തയോട് ഗ്രെയ്ഗ് സ്റ്റുവാർട്ട് ആംഗ്യത്തിലൂടെ ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര കിട്ടിയെന്ന്. പണം വാങ്ങി ചെയ്യുന്ന അടിമപ്പണി കാണാൻ ചേലുണ്ടെന്ന് ആംഗ്യത്തിലൂടെ കാണിച്ച ഗ്രെയ്ഗ് സ്റ്റുവാർട്ടിനെ തേടി ഇനി ശിക്ഷ വല്ലതും എത്തുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതോ പതിവ് പോലെ തന്നെ പണക്കാർക്ക് എന്തുമാവാലോ എന്ന് കരുതി സമാധാനിക്കേണ്ടി വരുമോ എന്നതും അറിയില്ല.